എൻ്റെ പേര് ജോപ്പൻ, സ്ഥലം കോട്ടയമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഡ്രൈവറായിട്ടാണ്. ടിപ്പർ ഓടിക്കുകയാണ്. സ്വന്തമായിട്ട് ടിപ്പറുണ്ട്, ഒരു 150 ടിപ്പറാണ്, ചെറിയ ടിപ്പർ. അപ്പോൾ അതോടിച്ചാണ് ജീവിതം ഒക്കെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ പേര് GK നായർ. ഇവിടെ ഗോപി എന്ന് പറഞ്ഞാലേ അറിയപ്പെടുകയുള്ളൂ. വീട് അമയന്നൂർ. ഞാനെനിക്ക് ഇപ്പം നിലവിൽ ഞാനൊരു ജോലിയും ചെയ്യുന്നില്ല. ആദ്യമേ BSFിലായിരുന്നു, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ആയിരുന്നു. അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നതാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരാനായിട്ട് കാരണം നമ്മൾ പണ്ട് തൊട്ട ലോറി ഓടിയിലാണ് പരിപാടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിനകത്തൊരു ഭൂതത്താൻകെട്ടിലെ ഒരു മത്സരത്തിൻ്റെ ഒരു പോസ്റ്റർ കണ്ട്. അപ്പോൾ ഇത് പരിപാടി ഞാൻ നേരത്തെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഈ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് പോസ്റ്റർ കണ്ട ഉടനെ നേരെ ഭൂതത്താൻകെട്ടിലോട്ട് വെച്ച് പിടിപ്പിച്ച് അവിടെ ചെന്നിട്ട് ഇതാദ്യമായിട്ട് നേരിട്ട് കാണുന്ന അവിടെ ചെന്നപ്പോഴാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര കാരണം നമ്മൾ ഈ വണ്ടി പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് നമുക്കിത് കണ്ടപ്പോൾ ഒരു ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഓടിക്കാമായിരുന്നല്ലോ എന്നുള്ളത് തോന്നില്ല. പക്ഷേ വണ്ടിക്ക് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതൊന്നും അന്ന് അറിയത്തില്ല നമുക്ക്. നമ്മളവിടുത്തെ ഇതൊക്കെ ജീപ്പ് തന്നെ അങ്ങ് വേറെ കൊണ്ടുവരിക, ഓടിക്കുക എന്നുള്ള കണക്കൂട്ടലാണ്. അങ്ങനെ ഒരു ജീപ്പ് വീട്ടിലെ ആവശ്യത്തിനുമല്ല ഉപയോഗിക്കാമല്ലോ, നമുക്കൊരു വണ്ടി വേണം. വണ്ടിയൊന്നും കാറോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരാഗ്രഹം ജീപ്പ് ഇഷ്ടമായിരുന്നു. അങ്ങനെ ജീപ്പ് അങ്ങെടുത്ത് കച്ചേസ് വണ്ടി നോക്കി പോയതൊന്നുമല്ല, നമ്മുടെ കിട്ടാനുള്ളതായിരുന്നുകൊണ്ട് നമുക്ക് കച്ചേസ് വണ്ടി കിട്ടി. 72 മോഡൽ വണ്ടിയാണ് അത്. അപ്പോൾ ആ വണ്ടി കൊണ്ടുവന്ന് നമ്മളവിടുത്തെ സ്റ്റോക്ക് കണ്ടീഷനിൽ ഇറക്കാമെന്നുള്ള കണക്കൂട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് കുറച്ചും കൂടെ സാധാ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, കുറച്ച് അപ്ഗ്രേഡ് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തതിന് വേണ്ടിയുള്ള റോൾ ഗേജ് വേണം, ആ സീറ്റ് ബെൽറ്റ് വേണം, അങ്ങനെ പവർ സ്റ്റിയറിംഗ് വേണമായിരുന്നു. പവർ സ്റ്റിയറിംഗ് ഇല്ലാതെ ഞാൻ ആദ്യം ഓടിച്ചു. അത് കഴിഞ്ഞ് പവർ സ്റ്റിയറിംഗ് വേണം, ഇല്ലാത്ത പരിപാടി പാടാണ് അതിനകത്ത് ഓടിക്കാനായിട്ടൊക്കെ. സ്പീഡിലൊക്കെ കയറാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും. കൈക്ക് ആ പവർ സ്റ്റിയറിംഗ് ഇല്ലാതെ ഓടിച്ചിട്ട് കൈക്കൊക്കെ ഒരു പരിക്ക് പോലെയൊക്കെ വന്നായിരുന്നു ചെറിയൊരു. പിന്നെ അങ്ങനെയാണ് നമ്മൾ വണ്ടി ചെറിയ രീതിയിലൊക്കെ പോണത്. ഇതിനകത്ത് ആദ്യമായിട്ട് കൊണ്ടിറക്കുന്ന വണ്ടി എറണാകുളത്ത് വെച്ചാണ് ആദ്യം കൊണ്ടിറക്കുന്ന വണ്ടി. ആദ്യം തന്നെ മറിഞ്ഞു വണ്ടി. ആദ്യത്തെ പ്രാവശ്യം തന്നെ അന്ന് പവർ സ്റ്റിയറിംഗ് ഇല്ലാതെ വണ്ടി ഇറക്കുന്നത്, അന്ന് മറിഞ്ഞു പോയി വണ്ടി. പിന്നെ ഓരോ അനുഭവങ്ങൾ വെച്ച് അതിനകത്ത് വന്നു കഴിയുമ്പോഴേ നമ്മൾ ഓരോന്ന് പഠിക്കുകയുള്ളൂ ഇതിൻ്റെ കൂടുതൽ. പിന്നെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഇതുണ്ട്, വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കും ഇത് പൈസ ഉള്ളവരുടെ പരിപാടിയാണല്ലോ, വണ്ടി കൊണ്ട് നശിപ്പിക്കുകയാണല്ലോ, വണ്ടിക്ക് കംപ്ലയിൻറ്റ് വരും, അങ്ങനെ ഇങ്ങനെ കാശുള്ളവൻ്റെ ഒക്കെ പരിപാടിയില്ല, സാധാരണക്കാരനോ പാവപ്പെട്ടവനൊന്നും പറ്റുകയില്ലല്ലോ എന്നുള്ള തോന്നലൊക്കെ എത്തും. അതൊക്കെ വെറും തോന്നലാണ്. നമ്മൾ ജീപ്പ് നമ്മൾ ഈ വണ്ടി വീട്ടിലെ ആവശ്യം ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത വണ്ടിയാണ്. ഇതെല്ലാം ഈ പറയുന്ന ഞാൻ ചെയ്തിട്ടുമില്ല. നമുക്ക് പക്ഷേ ഈ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ്, പവർ സ്റ്റിയറിംഗ്, അത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യം വണ്ടി ഇറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഈ ക്രൗണ്, ബിനിനെ, ഹൗസിംഗ് ട്യൂബ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയാൽ മതി. ഷോക്കോ പ്ലേറ്റോ ഒന്നും അങ്ങനെയൊന്നും മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ എടുത്ത വടിയാണ് വണ്ടി കിടക്കുന്നത്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഓടുകയും ചെയ്യാം. ഈ പരിപാടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ പോവുകയും ചെയ്യാം. ഇത് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകളൊന്നും ഈ പറഞ്ഞ ഈ 1-2 പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഈ സ്റ്റിയറിങ്ങിൻ്റെ റാഡം തൊടിഞ്ഞു പോയി. അതിന് മുമ്പ് ഒരു സെറ്റ് പ്ലേറ്റ് ഒടിഞ്ഞിട്ടുണ്ട്. ഇത്ര നാളായിട്ട് ഈ ട്രാക്കിൽ ഓടിയിട്ട് ഈ 2 സംഭവം ഞാൻ ഈ വണ്ടിക്കിട്ട് പണിതിട്ടുള്ളൂ. ഇതേ കംപ്ലയിൻറ്റ് വന്നിട്ടും ഉള്ളൂ. 10-11 ട്രോഫി അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ആയിട്ട് 10-11 ഉണ്ട്, ട്രോഫിയുണ്ട്. അപ്പോൾ ഇതിനോട് ഇങ്ങനെ ഒരു താല്പര്യം തോന്നി. അപ്പോൾ ചില വണ്ടി ഇല്ലായിരുന്നു കയ്യിൽ. ഇപ്പോൾ ഇത് വണ്ടി അപ്പോൾ വീട്ടിലെ ഉപയോഗത്തിനും എടുക്കാമെന്നുള്ള കണക്കൂട്ടിലാണ് എടുത്തത്. പിന്നെയാണ് നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളൊരിത് കണ്ട് ഇതിനകത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. ശരിക്കും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചെയ്തിട്ടുള്ളൂ. ജീപ്പിൻ്റെ സാധനം മാത്രമേ വണ്ടിയെ കിടപ്പുള്ളൂ. ഒത്തിരി കാര്യങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല. അത് ടർബോ എഞ്ചിൻ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ബാക്കി സ്റ്റോക്ക് സാധനങ്ങളാണ് വണ്ടി. ഷോക്ക് അബ്സോർബർ, പ്ലേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിടക്കുന്നത് സ്റ്റോക്കാണ് കിടക്കുന്നത്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓടിക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യമേ പണിതിട്ടുള്ളൂ. 2018 തോന്നുന്നു, എനിക്ക് 19 തോന്നുന്നു. ഒറ്റ പ്രാവശ്യമേ വണ്ടി പണിതിട്ടുള്ളൂ. അന്നുകൊണ്ട് വണ്ടി പണിത പടി ബാക്കി ഇറക്കിയ റേസുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് ഇറക്കിയത്. വണ്ടി പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുകയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അപ്പോൾ ഈ പ്ലേറ്റും എല്ലാം സാധാ വണ്ടി മേടിച്ചപ്പോൾ കിടന്ന ജീപ്പിൻ്റെ സാധനം തന്നെ എല്ലാം കിടക്കുന്നത്. എല്ലാ സാധനങ്ങളും ജീപ്പിൻ്റെയാണ്. ജീപ്പ് ഒരു പ്രാന്തായത് ഞാൻ BSFിൽ നിൽക്കുമ്പോഴാണ്. കാശ്മീരിലൊക്കെ ഈ മഞ്ഞിനകത്തൂടേക്ക് ടയറ് ചെയിനൊക്കെ കെട്ടി ഇങ്ങനെ ഓടുന്നു. അപ്പം ജീപ്പിൻ്റെ എന്താണ് അതിൻ്റെ ഒരു പവറെന്ന്, ഈ അന്നത്തെ കാലത്ത് ഇത്രയും പവറുള്ള വണ്ടി ഇല്ലല്ലോ. അന്ന് മുതൽ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ ഓഫ് റോഡ് പരിപാടികളൊക്കെ ഇങ്ങനെ യൂട്യൂബിലും അതിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഒത്തിരി ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ച് ഈ പ്രായമായതുകൊണ്ട് ഇത്രയും പ്രായമായാലും ഇറങ്ങാൻ പറ്റുമോ എന്നൊരു സംശയം തോന്നി. വേറെ ദൈവം വെച്ച് വേറെ ശരീരം ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഞങ്ങൾ FFJ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനകത്ത് ജോപ്പാനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ജോപ്പാൻ്റെ നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ഒരു കോ ഡ്രൈവർ പുള്ളി വെളിയിൽ പോയപ്പം ഞാൻ ജോപ്പാനോട് പോകുന്നില്ല. എൻ്റെ കൂട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന കോ ഡ്രൈവർ മാറി. പുള്ളി ഇന്ന സ്ഥലത്ത് പോയിരിക്കുക. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല, അല്ലെങ്കിൽ ഞാനും കൂടെ കൂട്ടത്തിൽ പോരായിരുന്നു എന്ന് പറഞ്ഞു. അതിനിപ്പം ജോപ്പാൻ പറഞ്ഞു, ജോപ്പാൻ്റെ ഫുൾ സപ്പോർട്ടാണ് ഇതിൽ.
അപ്പം ജോപ്പാൻ പറഞ്ഞു അതിനെന്നെ ചോദിച്ചിട്ട് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഇത് കോമ്പറ്റീഷന് ഇറങ്ങാൻ തുടങ്ങി. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം 2 പ്രാവശ്യം അടുപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം അടുപ്പിച്ച് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയായിരുന്നു. പിന്നെ അങ്ങനെ ഇനിയും ദൈവം അനുഗ്രഹിച്ച് ഈ പ്രായത്തിലും ദൈവം നമ്മളെ ഇതിൽ ഓഫ് റോഡ് ട്രാക്കിൽ ഇറങ്ങാനുള്ള ഒരു ദൈവം തന്നിട്ടുണ്ട്. അത് ചെറുപ്പക്കാർക്കൊരു പ്രചോദനം ആണ്. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. പിന്നെ അവർ രണ്ടുപേരും നല്ല സപ്പോർട്ടുണ്ട് ഇങ്ങനെ പോരുന്നതിന്. അവർക്കൊരു പ്രശ്നമില്ല. അവരും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ രണ്ടുപേരും ജീപ്പ് ഓടിക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. അത് വകവെക്കാതെ അങ്ങനെ പോകുന്നത്. നിങ്ങൾ കൊച്ചു പിള്ളേരുടെ കൂടെ തുള്ളാൻ നടക്കുക, ഈ പ്രായം മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഓരോ പ്രാവശ്യം പോകുകയാണെന്ന് പറയുമ്പോഴും. അതൊന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പിള്ളേർ രണ്ടും ഇല്ല, ഞാനും കിളവിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. നമ്മുടെ വീട്ടുകാർക്കെല്ലാം സപ്പോർട്ട്, ഒരു കുഴപ്പമില്ല. ആദ്യമേ ഇതുമായിട്ട് പോകുമ്പോൾ വണ്ടി പോകുക എന്നുള്ള പേടിയൊക്കെ അമ്മയ്ക്കും കാരണവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ വണ്ടി ഭ്രാന്തിൻ്റെ ഇതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. പിന്നെ ഒരു പ്രാവശ്യം പോയിട്ട് വന്നു. പിന്നെ അവർക്കും ഇൻട്രസ്റ്റായി. ഇപ്പോൾ നമ്മളിപ്പോൾ പോന്നു കഴിഞ്ഞാൽ അന്നേരം വീട്ടിൽ നിന്ന് ഭാര്യയും അമ്മയും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും, എന്നാ ഈ വണ്ടി ട്രാക്കിൽ ഇറങ്ങിയോ, ഓടിയോ, വണ്ടിക്ക് വല്ലതും പറ്റിയോ, അതുപോലെ വല്ല പ്രൈസ് ഉണ്ടോ, ഇത് അവർ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരാണെങ്കിലും 3 പിള്ളേരാണ് എനിക്ക്.